നമസ്തേ, ഏവർക്കും രഞ്ജിനി വിനോദ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോഴിക്കോട് ജില്ലയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. കോഴിക്കോട് നഗരത്തിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന വരയ്ക്കൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത്. പരശുരാമ പ്രതിഷ്ഠിതമായ 108 ദുർഗാലയങ്ങളിൽ ഒന്നാണ് ഈ അതിപുരാതനമായ ക്ഷേത്രം. പരശുരാമ മഹർഷി ഏറ്റവും അവസാനം പ്രതിഷ്ഠിച്ചത് ഈ ക്ഷേത്രമാണ് എന്നൊക്കെ വിശ്വാസങ്ങളുണ്ട്. ബലിതർപ്പണ ചടങ്ങുകൾക്കും ഏറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണിത്. ഈ അതിപുരാതനമായ ക്ഷേത്രത്തെക്കുറിച്ച് ഇവിടെ കുടികൊള്ളുന്ന ആ ഭഗവതിയുടെ അനുഗ്രഹത്തോടുകൂടി നമുക്കിന്ന് പറഞ്ഞു തുടങ്ങാം. കോഴിക്കോട് ജില്ലയിൽ വെസ്റ്റ് ഹില്ലിനടുത്ത് വരയ്ക്കൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 6 കിലോമീറ്ററും കോഴിക്കോട് മൊഫ്യൂസൽ സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 10 കിലോമീറ്ററും അകലെയായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സാമൂതിരി രാജവംശമാണ് ക്ഷേത്ര ഊരാളന്മാർ. കിഴക്ക് ദർശനമായി ഒരു കുന്നിൻ മുകളിലാണ് ക്ഷേത്രം നിലകൊള്ളുന്നത്. ക്ഷേത്രത്തിൻ്റെ പിറകിലായി ഏകദേശം 500 മീറ്റർ അകലെയായി സമുദ്രമുണ്ട്. സമുദ്രത്തിനോട് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. ഈ വരയ്ക്കൽ കടൽ തീരത്താണ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കാറുള്ളത്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കുന്നിനോട് അനുബന്ധിച്ച് താഴെയായിട്ട് 3 ഗുഹകൾ ഉണ്ടത്രേ. ക്ഷേത്രത്തിലേക്കുള്ള 28 പടികൾ പ്രതിഷ്ഠാ സമയത്ത് ഓരോ ദേവന്മാർ സ്ഥാപിച്ചതാകയാൽ ഓരോ പടിയും ദേവതാ അധിവാസ സ്ഥാനമായി കരുതുന്നു. അതിനാൽ തന്നെ അത്രയും ദിവ്യത്വം കൽപ്പിച്ചു പോരുന്നുമുണ്ട്. വൈഷ്ണവാംശജാതനായ ജമദഗ്നി പുത്രനായ പരശുരാമ മഹർഷി 107 ദേവീ പ്രതിഷ്ഠകൾ നടത്തിയതിനു ശേഷം ഒരിക്കൽ തൻ്റെ യാത്രാമധ്യേ ഈ പുണ്യഭൂമിയിൽ എത്തിച്ചേരുകയും സമുദ്രത്തിന് അരികെയുള്ള ഈ കുന്നിൻ മുകളിലിരുന്ന് ധ്യാനനിമഗ്നനാവുകയും ചെയ്തു. അപ്പോൾ മഹർഷിക്ക് ഇവിടെ ദേവീ സാന്നിധ്യം അനുഭവപ്പെട്ടു. തുടർന്ന് ഒരു ഉൾപ്രേരണയാൽ അദ്ദേഹം ഈ ഭൂമി ഉഴുതുമറിച്ചു. അപ്പോൾ അപൂർവമായ ദിവ്യമായൊരു ശില അദ്ദേഹത്തിന് ലഭിച്ചു. തൻ്റെ പരശു അഥവാ മഴുകൊണ്ട് രേണുകാതനയനായ പരശുരാമ മഹർഷി ആ ശിലയിൽ അതിമനോഹരമായ ദിവ്യമായ ഒരു ദേവീ വിഗ്രഹം കൊത്തിയെടുക്കുകയും ആ വിഗ്രഹം ഇവിടെ ഈ പുണ്യഭൂമിയിൽ കിഴക്ക് ദർശനമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഏറ്റവും അവസാനമായി, അതായത് 108ാമതായിട്ട് അദ്ദേഹം ദേവീ പ്രതിഷ്ഠ നടത്തിയത് ഈ പുണ്യഭൂമിയിലാണ് എന്നാണ് വിശ്വാസം. മാത്രവുമല്ല, താൻ നിഗ്രഹിച്ച പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുവാനായി ഇവിടെ തന്നെയുള്ള ആ സമുദ്രത്തിൽ ചെന്ന് ബലിതർപ്പണങ്ങൾ നടത്തി മഹർഷി കൃതാർത്ഥനായി എന്നാണ് ഐതിഹ്യം. ബലിക്കല്ല്, വിശാലമായ ബലിക്കൽപുര എന്നിവ കടന്ന് നാലമ്പലത്തിൽ എത്തിച്ചേരുന്നു. വിശാലമായ ഒരു നില ചതുര ശ്രീകോവിലിലെ ഗർഭഗൃഹത്തിലാണ് ജഗൽ ജനനി പരിശോഭിക്കുന്നത്. ചതുർഭുജ ദേവീ വിഗ്രഹത്തിൻ്റെ 3 തൃക്കൈകളിൽ ശംഖ് ചക്ര പത്മങ്ങളും 4ാമത്തെ തൃക്കൈ കടീബന്ധത്തിലുമാണ്. സ്വർണ്ണഗോളക ചാർത്തിയ സാമാന്യം ഉയരമുള്ള ദേവീ വിഗ്രഹത്തിൻ്റെ ആ ചൈതന്യം അക്ഷരങ്ങളാൽ പറഞ്ഞ് ഫലിപ്പിക്കുക സാധ്യമല്ല തന്നെ. ദ്വാരപാലികമാരാൽ കാവൽ നിൽക്കുന്ന ദേവി ശാന്തസ്വരൂപിണിയാണ്. തൻ്റെ തൃപ്പാദങ്ങൾ സമുദ്രത്തിൽ സ്പർശിച്ചുകൊണ്ട് കന്യകാഭാവത്തിൽ പ്രപഞ്ചത്തിന് ജനിമൃതികളിൽ നിന്നും മുക്തി കൊടുത്തുകൊണ്ട് സാമൂതിരിയുടെ ഈ ദേശത്തിനെ സംരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് സർവാഭീഷ്ടങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ട് ദുർഗാ ഭഗവതി വരയ്ക്കലമ്മയായി പരിശോഭിച്ചു കൊണ്ടിരിക്കുന്നു. അമ്മയുടെ ആ നയനങ്ങളിൽ നിന്നും പ്രവഹിക്കുന്ന കാരുണ്യവും ശാശ്വതമായ പരമാനന്ദവും ഭക്തനെ അലൗകികമായൊരു ലോകത്തിലേക്കാണ് ആനയിക്കുന്നത്. ഒറ്റനില ചതുര ശ്രീകോവിലിൻ്റെ ആ വിസ്തീർണം എടുത്തു പറയേണ്ടതാണ്. ശ്രീകോവിലിനുള്ളിൽ ആ ഗർഭഗൃഹത്തിൻ്റെ ചുറ്റിലും ധാരാളം സ്ഥലം കാണുവാനുണ്ട്. മുമ്പിലുള്ള അതിവിശാലമായ നമസ്കാര മണ്ഡപത്തിൻ്റെ നിർമ്മിതിയും അതിമനോഹരമാണ്. പഴമയുടെ പ്രൗഢി നാലമ്പലത്തിലെ ഓരോ കാഴ്ചയും സമ്മാനിക്കുന്നുണ്ട്. നാലമ്പലത്തിനകത്ത് ഒരു ശ്രീകോവിലിൽ ദക്ഷിണാമൂർത്തിയും ഗണപതി ഭഗവാനും കുടികൊള്ളുന്നു. പുറത്ത് ശാസ്താവും സർപ്പദേവതമാരും ഈ ക്ഷേത്രത്തിൽ ഉപദേവതമാരായി കുടികൊള്ളുന്നുണ്ട്. പരശുരാമ മഹർഷി
വിഗ്രഹം കൊത്തിയെടുത്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന തീർത്ഥപ്പാറ എന്നറിയപ്പെടുന്ന ഒരു വലിയ പാറ ക്ഷേത്രത്തിൽ നമ്മൾ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനു മുകളിൽ ഒരു ചെറിയ ജലസ്രോതസ്സുണ്ട്. മഹർഷി മഴുകൊണ്ട് കല്ലിൽ അഥവാ പാറയിൽ വരച്ച് വിഗ്രഹം കൊത്തിയെടുത്തതിനാലാണത്രേ ഈ സ്ഥലത്തിന് വരയ്ക്കൽ എന്ന് നാമധേയം വന്നത് എന്നൊക്കെ വിശ്വാസങ്ങളുണ്ട്. തീർത്ഥപ്പാറയ്ക്ക് മുകളിലുള്ള തീർത്ഥജലത്തിൽ വർഷത്തിലൊരിക്കൽ ചോതിവാവ് ദിവസങ്ങളിൽ തൻ്റെ നിത്യസാന്നിധ്യമുണ്ടാകുമെന്ന് മഹർഷിയോട് ഭഗവതി അരുളി ചെയ്തു എന്നൊരൈതിഹ്യമുണ്ട്. അതിനാൽ തന്നെ തീർത്ഥപ്പാറയ്ക്ക് മുകളിൽ കാണപ്പെടുന്ന ജലസ്രോതസ്സിലെ തീർത്ഥത്തിന് സർവദോഷങ്ങളും സർവപാപങ്ങളും ഇല്ലാതെയാക്കുവാനുള്ള ശക്തിയുണ്ട് എന്നൊക്കെ കഥകളുണ്ട്. സാമൂതിരി രാജവകയുള്ള ക്ഷേത്രത്തിൻ്റെ താന്ത്രിക അവകാശം കക്കോടിക്കടുത്തുള്ള ചാത്തനാട്ട് ഇല്ലത്തിനാണ്. വളരെ പണ്ട് കുറേ കാലം ദൈനംദിന ചടങ്ങുകൾ പോലും നടക്കാൻ കഴിയാത്തൊരവസ്ഥ ഈ ക്ഷേത്രത്തിനുണ്ടായിരുന്നുവത്രേ. പെരുമാക്കന്മാർ ക്ഷേത്രം ഏറ്റെടുത്തതിനു ശേഷം മഹാക്ഷേത്രമായി മാറി. അവരിൽ നിന്നാണ് സാമൂതിരി രാജാക്കന്മാരുടെ കൈകളിലേക്ക് ക്ഷേത്രം വന്നു ചേർന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. സാമൂതിരിമാർ ക്ഷേത്രത്തിനെ വളരെ ഭംഗിയായി സംരക്ഷിക്കുകയും പുനർനവീകരിക്കുകയും ഒക്കെ ചെയ്തു. ഇന്ന് കാണുന്ന ക്ഷേത്ര നിർമ്മിതികളെല്ലാം തന്നെ സാമൂതിരിമാരുടെ സംഭാവനയാണെന്ന് പറയപ്പെടുന്നു. പരശുരാമ മഹർഷി ഭഗവതിയെ പ്രതിഷ്ഠിച്ചതിനു ശേഷം സ്വയം ഇവിടെ അടുത്തുള്ള സമുദ്രതീരത്ത് ബലിതർപ്പണ ചടങ്ങുകൾ അഥവാ പൃഥുമോക്ഷകർമ്മങ്ങൾ അനുഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. അങ്ങനെയാണ് ഇവിടെ ശ്രാദ്ധ ചടങ്ങുകൾക്ക് ഇത്രയും പ്രാധാന്യം കൈവന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. നിത്യവും രാവിലെ പൃഥുബലി നടത്തപ്പെടുന്ന ഒരു ദേവീക്ഷേത്രമാണിത്. കർക്കടകം തുലാം വാവുബലികൾ ഏറെ വിശേഷമാണ്. പ്രത്യേകിച്ചും തുലാമാസത്തിലെ വാവുബലി ഒത്തിരി പ്രശസ്തമാണ്. 10,000-കണക്കിന് ഭക്തജനങ്ങൾ ആ ദിവസങ്ങളിൽ ഇങ്ങോട്ട് എത്തിച്ചേരുന്നു. വരയ്ക്കലമ്മയെ സാക്ഷി നിർത്തി വരയ്ക്കൽ കടപ്പുറത്ത് തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ബലിതർപ്പണ ചടങ്ങുകൾ ഭക്തജനങ്ങൾ അനുഷ്ഠിക്കുന്നു. തീർത്ഥപ്പാറയെ കൂടാതെ വേറൊരു മുനി ഗുഹയിലേക്കുള്ള പാത ഇവിടെ പ്രദക്ഷിണ വഴിയിൽ കാണുവാൻ സാധിച്ചു. ഞങ്ങൾ എത്തിയ സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നതിനാലും അങ്ങോട്ടുള്ള ആ പാത ഇപ്പോൾ ഒട്ടും സഞ്ചാരയോഗ്യമല്ല എന്ന് ഇവിടുന്ന് പറഞ്ഞു കേട്ടതിനാലും താഴോട്ടേക്ക് ഇറങ്ങിപ്പോയില്ല. കുന്നിനോടനുബന്ധിച്ച് ചെറിയ ഒരു വനം എന്നു തന്നെ പറയാൻ പാകത്തിനുണ്ട്. അനേകം സസ്യലതാദികളും നിബിഡമായ വൃക്ഷജാലങ്ങളും പലവിധ ചെറുജീവികളും ഈ കുന്നിനെ സമ്പുഷ്ടമാക്കി തീർക്കുന്നുണ്ട്. മിഥുനമാസത്തിലെ അത്തം പ്രതിഷ്ഠാദിനമാണ്. ദുർഗാ ഭഗവതി കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം നവരാത്രിയാണ്. നവരാത്രി മഹോത്സവം അതീവ വിപുലമായി ഇവിടെ ആഘോഷിക്കപ്പെടുന്നു. 9 ദിവസവും കലാപരിപാടികൾ, സംഗീത അർച്ചനകൾ, ആചാരാനുഷ്ഠാനങ്ങൾ, വിവിധ പൂജകൾ എന്നിവ ഇവിടെ നടക്കാറുണ്ട്. പൂമൂടൽ, മുട്ടറുക്കൽ, സൂക്തപുഷ്പാഞ്ജലികൾ, നെയ്വിളക്ക്, നിറമാല, ത്രികാലപൂജ, ത്രിമധുരം, പായസം, പട്ടും താലിയും ചാർത്തൽ എന്നിങ്ങനെ ഒത്തിരി വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. തൃപ്പടി വിളക്ക് എന്ന ഒരു അതിവിശേഷപ്പെട്ട വഴിപാട് ഇവിടെ നടക്കാറുണ്ട്. കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലേക്ക് നമ്മൾ കയറി വരുന്ന ആ പടികളുണ്ടല്ലോ, അതിൽ ദേവസാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ ആദ്യം സൂചിപ്പിച്ചുവല്ലോ. ഈ 28 പടികളിലും നിരനിരയായി വിളക്കുകൾ തെളിയിക്കുന്ന ഒരു വഴിപാടാണ് ഈ തൃപ്പടി വിളക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വിശേഷ വഴിപാട് നടത്തുന്നത് അതിശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു. മാത്രവുമല്ല, ഈ തെളിഞ്ഞു കത്തുന്ന വിളക്കുകളുടെ സാന്നിധ്യം ഈ ദേവീ സാന്നിധ്യമുള്ള ഈ കുന്നിൻ്റെ ആ അലൗകികമായ സൗന്ദര്യത്തിനെ ഇരട്ടിയാക്കുന്നു. കണ്ണിന് ആനന്ദം നൽകുന്ന ഒരു കാഴ്ച കൂടിയാണിത്. മാത്രവുമല്ല, അലൗകികമായ ഒരു അനുഭവം കൂടിയാണ് ഇത് പ്രദാനം ചെയ്യുന്നത് എന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. എല്ലാ മലയാള മാസവും സർപ്പദേവതമാർക്കായി ആയില്യം നാളിൽ സർപ്പപൂജ ഇവിടെ നടക്കാറുണ്ട്. ശാസ്താവിനും വിശേഷാൽ വഴിപാടുകൾ ഈ ക്ഷേത്രത്തിൽ നടക്കാറുണ്ട്. സമുദ്രത്തിനരികിൽ സ്ഥിതി ചെയ്യുന്ന ഈ കുന്നും വൃക്ഷജാലങ്ങളും അതിപുരാതനമായ ചൈതന്യവത്തായ ഈ ദേവീക്ഷേത്രവും ശാന്തസുന്ദരമായ ഒരു ദിവ്യാനുഭവം തന്നെയാണ് സമ്മാനിച്ചത്.
ദുർഗതി നാശിനി അഥവാ എല്ലാ കഷ്ടപ്പാടുകളും ഇല്ലാതെയാക്കുന്ന ദുർഗാ ഭഗവതി വരയ്ക്കൽ അമ്മയായി കുടികൊള്ളുന്ന ഈ ക്ഷേത്രം മുഴുവനും പരമമായ ശാന്തിയും സമാധാനവും നിറഞ്ഞിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തി സ്രോതസ്സായ സർവേശ്വരി ശാന്തഭാവത്തിൽ പരിലസിക്കുന്ന ഈ ക്ഷേത്രം അനന്തമായ ശക്തി ചൈതന്യത്തിൻ്റെ ദിവ്യസ്ഫുരണങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു പുണ്യഭൂമിയാണ്. ഇത്തരം പുണ്യഭൂമികളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ആനന്ദത്തിന് അതിരുകളില്ല. ഓരോ പുണ്യഭൂമിയും അനുവദിക്കുന്ന അഥവാ നമ്മളെ ആഗ്രഹിക്കുന്ന പുണ്യനിമിഷത്തിൽ മാത്രമാണ് നമ്മൾ ഇത്തരം ഭൂമികളിൽ എത്തിച്ചേരുന്നത്. ആ സർവേശ്വരൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് തന്നെയാണ് ഇത്തരം പുണ്യഭൂമികളിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നത്. അമ്മ ഇത്രയും നേരം അനുവദിച്ചു തന്ന എല്ലാ അക്ഷരങ്ങളും ഏറെ പ്രിയപ്പെട്ട ആ പൊന്നു തൃപ്പാദങ്ങൾക്ക് അർച്ചനയായി സമർപ്പിക്കുന്നു. വരയ്ക്കൽ വാഴും ആ ജഗൽ ജനനി നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വാരിധിയിൽ തൃപ്പാദങ്ങൾ വെച്ചു വാഴും വരയ്ക്കൽ വാഴുന്നൊരു വരദായികെ, വല്ലാതെ വലഞ്ഞു ഞാൻ വിളിക്കുമ്പോൾ വഴികാട്ടി വാരിധി കടത്തേണമേ. സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ, ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. ഇനി വേറൊരു പുണ്യഭൂമിയിൽ വെച്ച് നമുക്കേവർക്കും കണ്ടുമുട്ടണം. ആ ഒരു ഭൂമിയിലേക്കുള്ള വഴിത്താരകൾ ഇവിടെ വാഴുന്ന ആ ജഗൽ ജനനി തന്നെ കാണിച്ചു തരട്ടെ. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിക്കുന്നു. ജഗദംബികാ സ്മരണം. ശ്രീ മഹാദേവി നമഃ. അമ്മേ ശരണം, ദേവീ ശരണം.